നമസ്കാരം. മാറാത്തത് ചാത്തന്നൂരിലും മാറിയെന്ന് നിയുക്ത MLA ബി ഗോപകുമാർ. ഇക്കുറി ചാത്തന്നൂരിലെ ജനത വലിയ മാറ്റം ആഗ്രഹിച്ചു. നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ എല്ലായിടങ്ങളിലും എത്തണമെന്ന് ആഗ്രഹിച്ചു. സ്വന്തം നാട്ടുകാരനെ ജയിപ്പിക്കണമെന്ന് അതിനപ്പുറമുള്ള വലിയ ചിന്ത, ആ ചിന്തയാണ് ചാത്തന്നൂരിലെ ഉജ്ജ്വല വിജയം തന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അത് വലിയ വിജയം. 2016-ലും 2021-ലും രണ്ടാം സ്ഥാനത്തെത്തിച്ച മണ്ഡലം ഇക്കുറി ചാത്തന്നൂരിലെ പ്രബുദ്ധ ജനത ഒരു വലിയ മാറ്റം ആഗ്രഹിച്ചു. നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും എത്തണമെന്ന് ആഗ്രഹിച്ചു. സ്വന്തം നാട്ടുകാരനെ അതിനപ്പുറം വിജയിപ്പിക്കണമെന്ന വലിയ ചിന്ത, ആ ചിന്തയാണ് ചാത്തന്നൂരിൽ ഉജ്ജ്വല വിജയം. പാർട്ടി പ്രവർത്തകർ, സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ അശ്രാന്തമായ പരിശ്രമം, ബൂത്ത് തല പ്രവർത്തകർ മുതൽ സംസ്ഥാന അധ്യക്ഷൻ വരെയുള്ളവരുടെ നിരന്തരമായ ഇടപെടൽ, അവരുടെ സഹകരണം, ആ സഹകരണം ഒക്കെ വലിയ വിജയത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. മാറാത്തത് ചാത്തന്നൂരിൽ മാറി. 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു. 3388 നിന്നാണ് തുടക്കം. 2011-ൽ 33,000, 42,000, ഇപ്പോൾ അതിനേക്കാൾ വലിയ വിജയത്തിലേക്ക് മാറി. ജനം ആഗ്രഹിച്ച ഒരു മാറ്റമാണ് ചാത്തന്നൂർ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ വിജയം ചാത്തന്നൂരിലെ പ്രബുദ്ധ ജനതയ്ക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്. അവരുടെ വിനീതദാസനായി ബഹുമാനായ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ പ്രധാന സേവകൻ, ഞാൻ അവരുടെ പ്രധാന സേവകനായി ചാത്തന്നൂരിലൊന്നും എന്നും എപ്പോഴും ഉണ്ടാവും. അവരാണ് എനിക്ക് പിന്തുണ നൽകിയത്. എന്റെ പൊതുപ്രവർത്തനത്തിന്, എന്റെ രാഷ്ട്രീയ രംഗത്തെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം ചാത്തന്നൂരിലെ പ്രബുദ്ധ ജനതയാണ്. അവരുടെ മുന്നിൽ ഞാൻ ഈ വിജയം സമർപ്പിക്കും. എല്ലാ എക്സിറ്റ് പോളുകളുടെയും ഫലം തെറ്റിച്ചുകൊണ്ടായിരുന്നു ബി ഗോപകുമാറിന്റെ വിജയം. ആർ രാജേന്ദ്രനായിരുന്നു LDF സ്ഥാനാർത്ഥി, സൂരജ് രവിയായിരുന്നു UDF സ്ഥാനാർത്ഥി. കൊല്ലം ജില്ലയിൽ BJP വിജയപ്രതീക്ഷ വെച്ചു പുലർത്തിയ സീറ്റുകളിലൊന്നായിരുന്നു ചാത്തന്നൂർ. എന്നാൽ എക്സിറ്റ് പോളിൽ സീറ്റിനെ പറയാതിരുന്നത് പാർട്ടിയുടെ ഉറക്കം കെടുത്തിയിരുന്നു. 2 തവണ രണ്ടാം സ്ഥാനത്തെത്തിയ ചാത്തന്നൂരിൽ ഇക്കുറി വിജയം ഉറപ്പാണെന്നായിരുന്നു പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിരുന്നത്. ചാത്തന്നൂരിൽ 4000-ൽ പരം വോട്ടുകൾക്കാണ് NDA സ്ഥാനാർത്ഥിയായ ബി ഗോപകുമാറിന്റെ വിജയം. 2016-ലും 2021-ലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയം നേരിട്ട സ്ഥാനാർത്ഥിയാണെങ്കിലും ഇക്കുറി കൊല്ലം ജില്ലയിൽ NDAക്ക് വലിയ വിജയം സമ്മാനിച്ചിരിക്കുകയാണ് ബി ഗോപകുമാർ. 2 തവണയും രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു. നിയമവും പാലക്കാടുമൊക്കെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളായപ്പോൾ ബി ഗോപകുമാറിന്റെ വിജയത്തോടെയാണ് ചാത്തന്നൂർ ശ്രദ്ധ നേടിയത്. നിലവിൽ BJPയുടെ തിരുവനന്തപുരം മേഖലാ പ്രസിഡന്റാണ് ഗോപകുമാർ. ചാത്തന്നൂർ മീനാട് സ്വദേശിയായ ഇദ്ദേഹം ബിരുദാനന്തര ബിരുദധാരിയാണ്. ചാത്തന്നൂർ SN ട്രസ്റ്റ് HSSൽ പ്രഥമ അധ്യാപകനായിരുന്നു. BJPയുടെ കൊല്ലം ജില്ലാ മുൻ പ്രസിഡന്റായിരുന്നു. പരവൂർ മുനിസിപ്പാലിറ്റി, കൊല്ലം താലൂക്കിൽ ഉൾപ്പെടുന്ന ആദിച്ചനല്ലൂർ, ചാത്തന്നൂർ, ചിറക്കര, പൂതക്കുളം, കല്ലുവാതിൽക്കൽ എന്നീ പഞ്ചായത്തുകളും കൊട്ടാരക്കര താലൂക്കിലെ പൂയപ്പള്ളി പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് ചാത്തന്നൂർ നിയമസഭാ മണ്ഡലം. CPIയുടെ നേതൃത്വത്തിലുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെയും സഹകരണ ശൃംഖലകളിലൂടെയും രൂപപ്പെട്ട ഇടതുപക്ഷ ചായ്വുള്ള മണ്ഡലമാണിത്. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള ദ്വിമുഖ മത്സരമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. എന്നാൽ ഈയിടെയായി ഈ രീതി മാറ്റിമറിച്ച സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഭരണവിരുദ്ധ വികാരവും പ്രാദേശികമായ വികസന മുരടിപ്പും BJPക്ക് അനുകൂലമായ തരംഗമായി മാറിയെന്നാണ് BJPയുടെ കണക്കൂട്ടൽ. മുൻപ് 2 തവണ പരാജയപ്പെട്ടിട്ടും മണ്ഡലത്തിൽ സജീവമായി നിന്ന ഗോപകുമാറിനോടുള്ള ജനങ്ങളുടെ താല്പര്യമാണ് ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകം. ചാത്തന്നൂരിലെ കശുവണ്ടി തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും വോട്ടുകൾ വലിയ തോതിൽ BJPയിലേക്ക് ഒഴുകിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കൊല്ലം ജില്ലയിൽ ആദ്യമായി താമര വിരിഞ്ഞതോടെ BJP ക്യാമ്പുകളിൽ വലിയ ആവേശവും പ്രകടമായിരുന്നു. ബി ഗോപകുമാർ മണ്ഡലത്തിൽ നടത്തിയ നിശബ്ദ വിപ്ലവമാണ് ഇപ്പോൾ ഫലമായി പുറത്തുവരുന്നത്.